ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുകൊണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നു. അപ്പോൾ നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ. DYSP വരാൻ പോവുകയാണ്, വന്ന് നമ്മുടെ അലീനയെ രക്ഷിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുരിയച്ചൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛനാണ് DYSP. അപ്പം പുള്ളിക്കാരി വിളിച്ചുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കട്ടെ, ന്യായമുള്ള കേസാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ രീതിയിൽ തന്നെ നോക്കാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ DYSP ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവർ പാലയിൽ തന്നെ ആട്ടോ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വന്ന് ആദ്യം വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ആ ഒരു സീരിയസ്നെസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരന്. പക്ഷേ അലീന എന്ന് പറയുന്നത് ഒരു പ്രതിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. തെളിവെടുപ്പിന് മാത്രം മൊഴിയെടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ അലീനയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇത്രയും നേരം പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണ് പുള്ളിക്കാരൻ നേരിട്ട് തന്നെ പോയി നമ്മുടെ CIനെ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം അതാണ് പ്രധാന ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കുകയാണ്, വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയെ വിളിച്ച് CI അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അകത്തേക്ക് ഒരു വനിതാ പോലീസാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ വനിതാ പോലീസ് അലീനയെ വരാൻ പറഞ്ഞു. അപ്പോൾ അലീന ധൈര്യത്തോടു കൂടി തന്നെ കേട്ടോ ചെല്ലുന്നത്. ഒന്നും ഒരു പേടിയില്ലാതെ കൂടി തന്നെ ആ ഒരു CIയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പം തന്നെ ആ വനിതാ പോലീസുകാരോട് പറഞ്ഞു, ഇനി നീ നിൽക്കണ്ട, നീ പൊക്കോന്ന് പറഞ്ഞു. ഇനി കീർത്തനെന്നോ എന്തങ്ങോട്ടാ പേരെന്ന് തോന്നുന്നു. ഇപ്പോൾ കീർത്തനെ നീ പൊക്കോന്നോ അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴത്തേക്കും വനിതാ പോലീസുകാർ നമ്മുടെ അലീനേനൊന്ന് നോക്കിയിട്ട്, നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ പെങ്കൊച്ചെ? നിനക്ക് ആ ഒപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ പരാതി എഴുതി ഒരു ഒപ്പിട്ട് കൊടുത്തപ്പോൾ നിനക്ക് വീട്ടിൽ പോകത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്ക് പരാതി ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു പരാതി എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാൽ പിന്നെ കൊച്ചെ നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് മാറിപ്പോയി. അങ്ങനെ യൂണിഫോമിൽ പോലും അല്ല നമ്മുടെ CI ഇരിക്കുന്നത്, യൂണിഫോം ഇല്ലാതെ CI ഇരിക്കുകയാണ്. അലീന വന്നതും കാലുമേൽ കാലൊക്കെ വെച്ച് ഒരു വലിയൊരു ടേബിള് ഫ്രണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. ആ ടേബിളെ കാല് പൊക്കി വെച്ചിട്ട് ഒരു ലാത്തി ഇങ്ങനെ ഇട്ട് ഉരുട്ടാണ് കേട്ടോ. അവിടെ ആ ഒരു ടേബിളിലിട്ട് ഇങ്ങനെ ഉരുട്ടാണ്. എന്നിട്ട് അലീനേനെ അടിമുടി നോക്കുന്നുണ്ട്. നീ എന്താടി നിനക്ക് ഒപ്പിട്ട് തന്നാൽ കുഴപ്പം? നീ ആരാന്നാടി നിന്റെ വിചാരം? നീ ആ വീട്ടിലെ വേലക്കാരിയല്ലേ, അല്ലാതെ ആ വീട്ടിൻ്റെ ഓണറൊന്നും അല്ലല്ലോ. അല്ല നിന്റെ ബന്ധുക്കൾ വല്ലതാണോ? അല്ലല്ലോ, നീ ആ വീട്ടിലെ വേലക്കാരിയല്ലേ. എടി നിനക്ക് അവർ വല്ല പൈസയും തരുന്നുണ്ട്, പിന്നെ അവിടെ ബാലചന്ദ്രൻ അങ്ങാണ്ട് നിന്നെ വെച്ചോണ്ടിരിപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നേ. പക്ഷേ ഒരു പെണ്ണിപ്പം അവിടെ അനുഭവിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ആ പെണ്ണിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചതായിരുന്നു 2 പേര്. അവർക്കെതിരെ നിനക്ക് പരാതി തരാൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്താ അവരെയും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നോടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, സാറേ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കുക, സാർ ഇങ്ങനെ എന്നോട് സംസാരിക്കരുത്. ഇപ്പം തന്നെ ടൈം എത്രയായെന്ന് സാറിന് അറിയാലോ. എന്നെ ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിന് വേണ്ടിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയോ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സാറിന് അതൊക്കെ ചോദിച്ചിട്ട് തന്നെ വിട്ടയക്കേണ്ട ടൈം കഴിഞ്ഞു പോയി. എനിക്കും കുറച്ച് നിയമവശങ്ങളൊക്കെ അറിയാം സാറേ എന്ന് പറയുമ്പോൾ, ഓഹോ നിനക്ക് നിയമവശങ്ങളൊക്കെ അറിയാം അല്ലേ, എന്നാൽ പിന്നെ എഴുതി ഒപ്പിടറി. നിന്നെ അവന്മാർ എന്തൊക്കെ ചെയ്തായിരുന്നടി? അല്ല നിന്റെ ദേഹത്ത് എവിടെയൊക്കെ കയറി പിടിച്ചെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് പറയാൻ പറ്റിയില്ലല്ലേ. അല്ല നിനക്ക് അപ്പം ഇഷ്ടപ്പെട്ട് കാണും, അതായിരിക്കും അല്ലേടി നീ ഒപ്പിടാത്തതും പരാതി തരാത്തതും എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, സാറേ ഞാൻ പറഞ്ഞു അതിര് കടക്കുന്നുണ്ടെന്ന്. എന്നെ അവർ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ അധികാരവും അവകാശവും ഇല്ലാതെ ആരും എൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യാൻ വന്നപ്പോഴാണ് കത്രിക കൊണ്ട് ഞാൻ എൻ്റെ വയറ്റിൽ കുത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു പ്രശ്നമില്ല, ഞാൻ തന്നെത്താനെ കുത്തി മുറിവേൽപ്പിച്ചതാ, അല്ലാതെ അവരും മുറിവേൽപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് പരാതി ഇല്ലെന്ന് പറയുമ്പോൾ സാറിന് എന്താ ഇപ്പം വേണ്ടത്? സാർ എന്നെ നിർബന്ധിച്ച് പരാതി എഴുതി ഒപ്പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ സാർ ചെയ്യും. ഞാൻ ഇവിടെ കിടന്ന് ചത്താലും ഞാൻ ഒപ്പിടത്തില്ല സാറേ എന്ന് പറയുമ്പോൾ, ആണോടി എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരനങ്ങ് CI അങ്ങ് എണീറ്റിട്ട് ആ ലാത്തി എടുത്തിട്ട് നമ്മുടെ അലീനയുടെ മുഖത്തൂടെ ഇട്ട് ഒരസി ചെവിയുടെ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് കഴുത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് നെഞ്ചിൻ്റെ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവരികയാണ്. അപ്പം തന്നെ അലീനയ്ക്ക് പിടികിട്ടി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ പെരുമാറുന്നത് എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറേ വേണ്ട. അപ്പോൾ അങ്ങനെ അവിടെ ആ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ DYSPനെ കാണിക്കുന്നതും പുള്ളിക്കാരൻ ഓരോരുത്തരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുകയും, അപ്പോൾ ഇന്ന സ്റ്റേഷൻ പരിധിയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്, ശരിയാണ് അലീന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇതിൻ്റെ പേരിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അതും നിരപരാധിയായ ഒരു പെൺകൊച്ചാണ് എന്നൊക്കെ മനസ്സിലാവുകയാണ്. ഇതുവരെ
അവളെ വിട്ടയച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ഒരു സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഗോവർദ്ധനം വരികയാണ്. അപ്പം ഗോവർദ്ധനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും താൻ എന്ത് പണിയാണോ കാണിച്ചത്, തന്നെ എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി വിട്ടിട്ട് നീ എന്താണോ എന്നോട് വന്ന് പറയാത്തത്, അലീനെ പോലീസ് കൊണ്ടുപോയിന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ലടോ താൻ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും അത് പിന്നെ ബാലേട്ടൻ ഞാൻ പറയാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല, ബാലേട്ടൻ്റെ അവസ്ഥ അതാണല്ലോ. അതുപോലെ കൃഷ്ണമോളും ഈ പറയുന്ന അലീന് സഹിതം പറഞ്ഞിരുന്നു ബാലേട്ടനോട് കാര്യങ്ങളൊന്നും പറയരുത് എന്ന്. ഓഹോ, അവർ എന്തെങ്കിലും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ എൻ്റെ മാനേജറായ നീ അതൊക്കെ എന്നിൽ നിന്നും മാറ്റി വെക്കും അല്ലേ? എന്തിനാടാ ഞാൻ നിന്നെ മാനേജറായിട്ട് നിയമിച്ചേക്കുന്നത്? നീ എൻ്റെ പെങ്ങളുടെ ഭർത്താവായതുകൊണ്ടൊന്നും അല്ല, നിനക്ക് അതിൻ്റേതായ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ മാനേജറായിട്ട് നിയമിച്ചത്. അത് നീ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നീ അത് മിസ്യൂസ് ചെയ്യലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു ബാലേട്ട വേറൊന്നും കൊണ്ടും അല്ല. ബാലേട്ടൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും അലീന പോലീസ് കസ്റ്റഡിയിലാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബാലേട്ടനത് സഹിക്കാൻ പറ്റില്ല. അത് ബാലേട്ടൻ്റെ ആരോഗ്യാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു, ഇപ്പോൾ റിക്കവറായിട്ട് വന്നതല്ലേ ഉള്ളൂ, അറിയാലോ. ദേ അവിടെ വൈചേച്ചി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കാം. അതുപോലെ തന്നെ ഇപ്പം ബാലേട്ടനും ഹോസ്പിറ്റലിൽ 2 പിള്ളേരവിടെ തന്നെയുള്ളൂ. ഈ ഒരു സമയത്ത് അച്ഛനും അമ്മേനെയൊക്കെ ആവശ്യം അവർക്ക്. അപ്പം ഞാനിങ്ങനെ വന്ന് പറയുകയും വീണ്ടും അസുഖം കൂടി ബാലേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അനാഥരാകാൻ പോകുന്നതേ. അവിടെ ഇപ്പം ആ 2 പിള്ളേരും അതുപോലെ ഇപ്പോൾ ഒരു പുതിയ പെങ്കൊച്ചുണ്ടല്ലോ അലീന, അവളും ഒക്കെയാ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ബാലേട്ടനോട് പറയാതിരുന്നതെന്നൊന്ന് ബാലേട്ടൻ മനസ്സിലാക്കുക. ഏതായാലും എനിക്ക് ഇപ്പം തന്നെ ഫോൺ കിട്ടിയേ തീരൂ ഗോവർദ്ധന, എനിക്കിപ്പോൾ എൻ്റെ ഫോൺ കിട്ടണം. അലീന അവൾ എൻ്റെ ഫോൺ എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, എനിക്ക് ആ ഫോൺ കിട്ടണം. പിന്നെ 24 മണിക്കൂറൊന്നും ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി പിടിച്ച് ചോദ്യം ചെയ്യാനൊന്നും ആരെ കൊണ്ട് പറ്റരുത്. നിനക്ക് നിയമവശം അറിയത്തില്ല, നിനക്ക് പോയി ചെന്ന് ചോദിക്കത്തില്ലായിരുന്നോ? ഞാൻ പോയായിരുന്നു ബാലേട്ട, പക്ഷേ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉള്ളവർ എന്നോട് പോലും മര്യാദയുടെ രീതിയിലല്ല സംസാരിക്കുന്നത്. അപ്പം പിന്നെ നിനക്ക് മനസ്സിലാകത്തില്ലടാ പൊട്ട, അവന്മാർ വേറെ എന്തോ ഉദ്ദേശത്തോട് കൂടിയാ അലീനയെ അവിടെ നിർത്തിയേക്കുന്നതെന്ന്. എന്നാൽ പിന്നെ നിനക്ക് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യത്തില്ലേ? അല്ല മനു ഇതൊന്നും അറിഞ്ഞില്ലേ? അത് മനുവിനെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു, പക്ഷേ മനു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ബാലേട്ട ഉള്ളത്. മനുവിനെ കമലയിടത്തിൽ പൂട്ടി അങ്ങാണ്ട് ഇട്ടിരിക്കുക, അവിടെ വാതിൽ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അവിടെയും പറയാൻ പറ്റത്തില്ല, അവർ ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ശല്യമാണ്. അതുകൊണ്ടാണ് ബാലേട്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീനെ അവിടെ നിറക്കിയേ പറ്റൂ, എനിക്കിപ്പോൾ എൻ്റെ ഫോൺ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവർദ്ധനെ നേരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഫോൺ എടുക്കാനായിട്ട്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DSP അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് പുള്ളിക്കാരൻ നേരെ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ആ ഒരു ലാത്തി വെച്ചുള്ള ഈ പുള്ളിക്കാരൻ CI നമ്മുടെ അലീനയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതും അലീനയെ വളരെയധികം എന്താ പറയുക മാന്യമല്ലാത്ത രീതിയിൽ ഓരോ ഭാഷകളൊക്കെ പ്രയോഗിച്ച് നമ്മുടെ അലീനനെ അതുപോലെ അപമാനപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീന പ്രതികരിക്കുന്നുണ്ടെങ്കിലും പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയില്ലാത്തൊരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിന്നെ ലോക്കപ്പിൽ ഇട്ടിട്ട് നീയും കൂടെയാണ് ആ പെണ്ണിനെ പീഡിപ്പിച്ചത്, നീയും കൂടെ നീയും കൂടെയാണ് ആ മയക്കുമരുന്നിൽ കലർത്തി കൊടുത്തതെന്ന് ഞങ്ങൾക്ക് എഴുതി ചേർത്താൽ നിന്നെ ഇപ്പം തന്നെ അവന്മാരുടെ കൂടെ കൊണ്ടുപോയി ലോക്കപ്പ് ഇടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സാറിന് പറ്റുമെങ്കിൽ ചെയ്തോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കും എൻ്റെ ദൈവം തമ്പുരാനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് സാറേ, ഒരിക്കലും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നില്ല. സാറിനൊക്കെ പറ്റുന്ന രീതിയിൽ പരമാവധി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പിന്നെ സാറിനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നേരത്തെ ആ മേഡത്തിനോട് പറഞ്ഞായിരുന്നു, ഇവിടെ എപ്പോഴും എന്നെ ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഒരു മീഡിയനെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ, സാറിൻ്റെ മാനം കപ്പൽ കയറുന്നു മാത്രമല്ല സാറിൻ്റെ ജോലി പോകും, സാറിൻ്റെ കുടുംബം തകരും. അതൊക്കെ സാർ ഓർത്തോന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ നീയപ്പം ചില്ലറക്കാരി അല്ലല്ലോ, നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണല്ലോ ഡി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ലാത്തിയും കൊണ്ട് നമ്മുടെ അലീനയ്ക്കിട്ടൊരു അടി കൊടുക്കുന്നുമുണ്ട് കേട്ടോ. എന്നാലും ഈ ഒരു സമയത്ത് തന്നെയാണ് പെട്ടെന്ന് DSP കയറി വരുന്നത്. അപ്പോൾ കയറി വരുന്ന ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന പോലീസുകാർ പെട്ടെന്ന് എണീക്കുകയും പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് CI എന്തിയെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സാർ അകത്തുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ നേരെ പോവുകയാണ്, അകത്തേക്ക് തന്നെ കയറി പോവുകയാണ്. അപ്പോൾ ഇവർക്ക് അവിടെ ചെന്ന് ഈ CIയോട് പറയാനുള്ള ആ ഒരു സമയമൊന്നും കൊടുക്കുന്നില്ല. പുള്ളിക്കാരൻ DSP പെട്ടെന്ന് വന്നിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പം അലീനെ അവിടെ ചോദ്യം ചെയ്യുന്നത് നേരിട്ട് തന്നെ കാണുകയാണ്. അങ്ങനെ വന്ന് നിൽക്കുന്നതും താൻ എന്താണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചതും പെട്ടെന്ന് CI നോക്കിയപ്പം നമ്മുടെ DSPയുടെ മുമ്പിലാണ്. DSP അവിടെ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ അലീനോട് പറഞ്ഞു നീ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പം അലീന അങ്ങോട്ട് മാറി നിന്നു. അലീന അങ്ങോട്ട് മാറി താൻ എന്താണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ സാറ് ചോദ്യം ചെയ്യാമെന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യാനോ? ഇപ്പം ഈ സമയത്ത് ഒരു പെണ്ണിനെ അതും ഒറ്റയ്ക്ക്
ഇവിടെ വെച്ച് ചോദ്യം ചെയ്യാൻ തനിക്ക് ആരാ അധികാരം തന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ നീതിക്കും ന്യായത്തിനും നിരക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഈ പെങ്കൊച്ചിനെ പറഞ്ഞ് വിടാൻ നോക്കിയോ? നിനക്കറിയാലോ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ഇവള് കുറ്റക്കാരിയാണോ? അല്ലല്ലോ. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യാനായിട്ട് ഇവളെവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് ചോദ്യം ചെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറേ എനിക്കും കുറച്ച് പറയാനുണ്ടെന്ന് അലീന പറയാം. എന്നിട്ട് പറയാം, സാറേ ഇവർ പറയുന്നത് എന്നെ അവർ രണ്ടുപേരും പീഡിപ്പിച്ചു എന്ന് ഞാൻ നിർബന്ധിച്ച് തന്നെ എന്നെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇവർ പരാതി എഴുതി മേടിപ്പിക്കുകയാണ്. അതിനാണ് ഇവരിപ്പം ഇതൊക്കെ എന്നോട് ചെയ്തുകൊണ്ടിരുന്നത്. സാറേ സത്യമായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ഈ നിൽക്കുന്ന ഈ സാറിൻ്റെ കയ്യിൽ നിന്നാണ്. വന്നപ്പോൾ മുതൽ സാറിൻ്റെ നോട്ടവും സാറിൻ്റെ സംസാരവും അതൊക്കെ എന്നെ വല്ലാണ്ടങ്ങ് വേദനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നോട്ടം കൊണ്ട് പീഡിപ്പിക്കുന്ന ഒരാളെ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ നോട്ടം കൊണ്ട് മനുഷ്യനെ അടിമുടി പീഡിപ്പിക്കുന്ന ഒരാളാണ് ഈ സാറ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ എന്തോ പോലെ ആയി പോവാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഉരുകുകയാണ്. ഒരു അക്ഷരം മറുത്ത് നമ്മുടെ അലീനയോട് പറയാൻ പറ്റുന്നില്ല. DSP അവിടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ DSP പറയുന്നുണ്ട്, മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിൻ്റെയൊക്കെ തൊപ്പി തെറിപ്പിക്കാൻ എനിക്കറിയാം. ഇങ്ങനെ ഒരു പെണ്ണിനെ ഈ സമയത്ത് ഇവിടെ പിടിച്ച് ചോദ്യം ചെയ്ത നിന്നെയൊക്കെ സത്യം പറഞ്ഞാൽ അവന്മാരുടെ കൂടെ ലോക്കപ്പിൽ കയറ്റി അവന്മാരുടെ അത്രയും പോലും വിലയില്ലാതായി പോയല്ലോടാ നിനക്കൊക്കെ. മാന്യമര്യാദയായിട്ട് ജീവിക്കുന്നവരെയാണോടാ നീ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. മാത്രമല്ല ഈ പെങ്കൊച്ചിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ നീ വിചാരിച്ചത്? ഒരു അനാഥ ആയതുകൊണ്ട് എന്ത് തോന്നിവാസവും നടത്താമെന്ന് നീ വിചാരിച്ചോ? പല പോലീസുകാരെ ഞാനും കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലായിരിക്കും. പിന്നെ ഇത്ര പ്രായത്തിൻ്റെ ചോരത്തിളപ്പ് നിനക്ക് കാണും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് അനുഭവം കൊണ്ട് അറിഞ്ഞും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. നീയൊക്കെ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലേ കുറച്ച് കഴിയുമ്പോൾ നീയൊക്കെ എവിടെ ചെന്ന് നിൽക്കൂടാന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലീനയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് നാണം കെടുത്തുന്നത്. മാത്രമല്ല അലീനയെ DSP തന്നെ ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി നമ്മുടെ ബാലചന്ദ്ര മേനോൻ്റെ അതായത് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ DSP തന്നെയാണ് കൊണ്ടുവിടുന്നത്. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ അലീനയുടെ കാര്യങ്ങളെല്ലാം ആ പുള്ളിക്കാരൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ആ ഒരു ജെനുവിനായ ആ ഒരു ഇത് തന്നെയാണ് ക്യാരക്ടറാണ് അലീനയുടെ എന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അലീന പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശിക്ഷ കിട്ടേണ്ടവരാണ്, അവർക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കണം സാറേ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തന്നെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ജെനുവിനായ ഒരാളാണ് നമ്മുടെ അലീന എന്ന് പുള്ളിക്കാരന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഗ്രേസി മാമച്ചനും കൂടെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അലീനയെ രക്ഷിച്ചിരിക്കുന്നത് എന്ന് അലീനയോട് പറയാണ്. ഇങ്ങനെ ഗ്രേസിയും മാമച്ചനും തമ്മിലുള്ള റിലേഷൻ, ഗ്രേസിയും മാമച്ചനല്ല സോറി നമ്മുടെ DSPയും ഇവരും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും അവർ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഇപ്പം രക്ഷിക്കാൻ വന്നത് എന്നും അവരാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകിയത് എന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അലീന വരുമ്പോഴത്തേക്കും കൃഷ്ണമോൾ ഒരുപാട് സന്തോഷമാണ്. കൃഷ്ണമോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ. അതായത് നമ്മുടെ അലീന അല്ലായിരുന്നു കൃഷ്ണമോൾ ആ വീട്ടിൽ തനിച്ചിരുന്നപ്പോഴും അലീനയായിരുന്നു കൃഷ്ണമോളുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അച്ഛൻ ഒരു വഴി, അമ്മയൊരു വഴി, സഹോദരങ്ങൾ ഒരു വഴി, അപ്പോൾ പിന്നെ അലീന മാത്രമല്ലേ എന്തിനും ഏതിനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അലീനയെ കണ്ടപ്പോഴുള്ളൊരു സന്തോഷം അത് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ കാണുമ്പോഴത്തേക്കും ഒരു വിഷമമൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മളിന്ന് രാവിലെ ഒരു 7:30 കൂടി ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ഫുൾ വിശേഷം ഇടുന്നുണ്ട്, ഒരു ഡിലേയും കൂടാതെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുൾ വിശേഷം കിട്ടിയില്ലെങ്കിൽ മാത്രമാട്ടോ ഇടാതിരിക്കുന്നത്. അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിൻ്റെയും കഥയും നമ്മുടെ മെയിൻ ചാനൽ ചിൽ സിനിമനകത്ത് ഇടുന്നുണ്ട്. പ്രമോ വിശേഷം നമ്മൾ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരുന്നതാണ്, കുറച്ച് സമയമൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. ഇടയ്ക്ക് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ പുഴയും കടന്ന് ചെയ്യാമോ, അതുപോലെ തന്നെ നമ്മുടെ പവിത്രം അത് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ. ടൈം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ ലൈക്ക് അടിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറ്റി വരണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.